ഞങ്ങൾ വീട്ടോട് നടന്നുകൊണ്ടിരിക്കുക രഞ്ജിത്തിൻ്റെ വീട്ടോട്. ഇതിലാണ് പോകുന്നത്. വീട്ടാളുണ്ടോ? ആ മേളിൽ കാണുന്നതാണ് ഇവിടെ വീട്. ഇതാ കാണുന്നത്. നമ്മുടെ കൂട്ടുകാരൻ രഞ്ജിത്ത് രാജ്. ഹായ്. പുള്ളിയുടെ വീടാണ് ഉണ്ടാക്കിയ. ഇത് മേടിച്ച വണ്ടിയല്ലേ? ഇതൊക്കെ ഡീ കാസ്റ്റ് മേടിച്ച ഈ വണ്ടി ഇത് ഉണ്ടാക്കിയിട്ടാണ്. അതെ അതെ. ഇത് വീട്ടാണ്. ഇത് നമ്മുടെ മറ്റേ മലയാളമര ചേട്ടൻ ചുമ്മാ ഒരു പരീക്ഷണം. എന്നാന്ന് വെച്ചാൽ കട്ടിയുണ്ടല്ലേ? അല്ല, അത് സംഭവം എന്നാന്നറിയോ, ഈ സാധനം നമ്മൾ കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പം നമ്മൾ ഈ പുതിയ വണ്ടി ഇങ്ങനെ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാണ്. സംഭവം എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഒക്കെ ആയിട്ടുണ്ട്. ഇത് സെറ്റപ്പാ. അളവില്ലാതെ ഉണ്ടാക്കുന്നതല്ലേ ഇത്? കൊള്ളാം. അന്യ പണിയാണ്. ഇത് പണിയല്ല, ഇത് കൈപ്പണിയല്ല. അത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ലോക്ക്ഡൗണിന്റെ സമയത്ത് നമുക്ക് മെറ്റീരിയൽ തീർന്നു പോയായിരുന്നു. ആ സമയത്ത് കൈ എതിർത്തിരുന്ന സമയം അന്നേരം ഇരുന്നുണ്ടാക്കിയതാണ്. പറ്റാത്തോണ്ടാക്കിയത്. ആ അതെ, ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയത്. ഇത് സാരഥി. ഇത് 2009 അല്ലേ? 10 2009 10 കറക്റ്റ് ചെയ്യാൻ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മുടെ ആ ഒരു പഴയ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് കാലത്തെ ഇത്ര മാറ്റിയാൽ മതി. ഇതാ പ്രശ്നം പറ്റി. അത് പ്രശ്നമാണ്. അന്ന് നമുക്ക് കണ്ടില്ല, അന്ന് ഒന്നുമില്ല. അന്ന് ഇതിന്റെ ഫോട്ടോ തന്നെ വളരെ കുറവാണ്. ഇതൊരു ആകെ 2 ഫോട്ടോ വെച്ചാൽ ഞാൻ ചെയ്തത്. ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂവും സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആയി. സാരഥിയുടെ ഇപ്പോൾ അല്ല, ഇപ്പോൾ ഓടുന്നതിന് മുമ്പിൽ എനിക്കൊന്ന് ഈ വണ്ടി ഉണ്ടാക്കിയിട്ട് ഒരു 10 വരെ മുകളിലായിട്ടില്ലേ? 12 ഇത് അല്ലേ? ഇത് 2011 ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് കാര്യം ഈ പടം ഞാൻ ഫേസ്ബുക്ക് കൊണ്ട് ഇത് കൃത്യം ഞാൻ ഇത് 2011 ഈ വണ്ടി ഈരാറ്റുപേട്ട കോട്ടയം ഓടിക്കൊണ്ടിരുന്ന പറയാം LS ഈ നമ്പർ. ഈ വണ്ടി ഞാൻ പറഞ്ഞായിരുന്നു. ഈ വണ്ടി ഞാൻ പണ്ട് ഫേസ്ബുക്ക് വണ്ടി ഇത് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഞാനിത് നോക്കി ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ട അല്ല, ഈ മോഡൽ ഫ്രണ്ടുള്ള ഈ വണ്ടി വരെ ഉണ്ട്. അതിൽ ഞാൻ ഒറിജിനൽ വണ്ടി. ഇത് ഈ നമ്പർ ഉണ്ടോ ഇവിടെ? അത് തന്നെ. ഇത് KL. ഇത് ഈ നമ്പർ ഉണ്ട്. കാരണം അന്ന് 2011 ഞാൻ പാലായി വെച്ച് ഞാൻ കണ്ടോണ്ടിരുന്ന വണ്ടിയാണ്. അതിന് കണ്ടിട്ട് കുറച്ച് മാറ്റം. ഇതുപോലെ ഒരു മോഡലുണ്ട്, പൊക്കമുള്ള ഗ്ലാസ്സുള്ള കുറച്ചുകൂടെ താഴ്ച ഉണ്ടെന്ന് എനിക്ക്. കാരണം നമ്മൾ അന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും വളയ്ക്കാൻ തന്നെ വലിയ പാടുണ്ട്. ഇതിന്റെ മേൽവശം ഈ മറ്റേ കുടിയാനാട് ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഞാനൊന്നുണ്ടെങ്കിൽ അറിയോ ഒറ്റ പേപ്പർ ഇവിടെ വരെ ഒറ്റ അറിയോ. ഈയുടെ ബസ് ഉണ്ടാക്കില്ലേ, ഇങ്ങനെ വെട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ കൊടുത്തു. ചിലപ്പോഴാണെങ്കിൽ മേട് സെപ്പറേറ്റ് ഉണ്ടാക്കി ഭയങ്കര പണിയായി. അത് വളച്ചെടുക്കണമെങ്കിൽ ഈ കാറ് പറഞ്ഞാണോ? തന്നെയാ വരാം. അതെല്ലാം ചുമ്മാ ഇങ്ങനെ തട്ടിക്കൂട്ടി വരെയാണ്. ഇത് പുതിയ ഉണ്ടാക്കുന്ന വണ്ടിയല്ലേ? പുതിയ വീനാട് വോൾവോ വേളാങ്കണ്ണി വണ്ടി. ഇത് പണി തീരാറായി വരുന്നു. ഇനിയിപ്പം ഗ്ലാസ് വിട്ട് ഈ വലുപ്പത്തിൽ വണ്ടി ഉണ്ടാകാനായിരുന്നു. ഈ വലുപ്പം നല്ലത്. ഞാൻ നോക്കിയിട്ട് ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം വലുപ്പമുണ്ട് വണ്ടി. നമുക്ക് അത്യാവശ്യം നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ബസ് ഓടിച്ചാണ് വണ്ടി ഓടിച്ചാ വണ്ടി ഓടിച്ചാൽ കസേര മാറ്റി. ഇനിയിപ്പോൾ ഇതിന്റെ സൈഡെല്ലാം ഫോറക്സ് അല്ലേ? ഇതിങ്ങി എടുത്ത് കളയും. ഈ സാധനമല്ലേ, ഇത് ഈ കനം കുറച്ച് കളയും. നമ്മുടെ മറ്റേ വണ്ണമ്മ കനത്തിലും കളയും. എന്നിട്ട് ഗ്ലാസ് 3 എണ്ണം വെച്ച് 3 പീസാക്കി. എന്നിട്ട് മറ്റേ നമ്മൾ ഇന്തോനേഷ്യൻ വേണ്ടി ചെയ്തതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ് ഇതിലാണെങ്കിൽ ഇപ്പം ഒരു മെനക്കെട്ട് പണി മടി വരുന്നൊരു കാര്യം അതാ. 2017 മീറ്റ്. അതായത് അല്ല, എരുമേലി അല്ലേ, ഇത് ഓൾ കേരള ബസ് ഫാൻസ്. നമ്മുടെ ഓൾ കേരള അല്ല, എരുമേലി പോയപ്പോൾ കിട്ടിയതല്ലേ? ഇത് PBMK. എനിക്കിത് മാത്രം കിട്ടിയിട്ടുണ്ട്. PBMK ആണ് എരുമേലി വെച്ച് 2000 ആദ്യത്തെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു പുരസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അത്. പിന്നെ രണ്ടാമത് കിട്ടിയതാണ് ഇത് രണ്ടാമത്തേത്. പിന്നെ ഇത് മൂന്നാമത്തേത്. പിന്നെ ഇത് പിന്നെ നമ്മുടെ പള്ളിക്കത്തോട്ടിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, സെൻറ് മേരീസ് ആശ്രമം. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതെടുത്ത വണ്ടി
മറ്റേ വണ്ടി നമുക്ക് കാണാം. വണ്ടിയൊക്കെ ഓടിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ എല്ലാം ഈ ടൈമുള്ള ലോറി ടൈമുള്ള പിന്നെ മൊത്തം പോയി കേട്ടോ ഇവിടെ കരണിയ മൊത്തം കംപ്ലൈൻ്റ് ആയിട്ട് ആളോണ്ട് മൊത്തം കംപ്ലീറ്റ് പോയി. മൊത്തം പോയി പെയിൻ്റ്. ഇത് ഫ്രണ്ട് മാറി ബാക്കി മാറി വേറെ തന്നെ മോഡലാക്കിയാണ് നേരെ ഡ്യൂറേഷൻ വണ്ടി പണിയുണ്ടല്ലോ. പയ്യുണ്ട് എവിടെയാ? ഞാനിപ്പോൾ കോട്ടയം കാളിദാസിൻ്റെയാണ്. ഇതെന്നെ വലിയ വണ്ടി ഇത്. ഇതെന്നെ ഒരു കഥ അല്ല എത്ര നിൽക്കുന്നു നല്ല നയിക്കുന്നു. ഇതിന് മറ്റേ അത്ര നമ്മൾ ഇതില്ലേ ഭയങ്കര കാടായി. അതിന് നല്ല ഓടി പോട്ടെ വണ്ടി വട്ടം വണ്ടി. പക്ഷെ ഇതിനെക്കാട്ടും ഓടിയുന്നതായി വണ്ടി ശരിക്കും പറയാം. ഈ കൊച്ച എവിടെയുള്ള എന്റെ വീട് മറ്റേ എന്റെ ആറാമത്തെ തിരുവരുക. അതിനാണ് മച്ചാന്റെ മില്ലിന്റെ പേര് ഡോങ്ലി. ഡോങ്ലി എല്ലാം തൂത്ത് റെഡിയാക്കല്ലേ. ഒരു രക്ഷയില്ല. ഭയങ്കര ഷോക്ക് അപ്സർ. അതാണ് പ്രത്യേകത. ഇതുണ്ടോ സാർ ദൂരം കിട്ടും. ദൂരം കിട്ടുമോ? തൂത്തൊക്കെ നല്ല വൃത്തിയായി അല്ലേ? പിന്നെ നല്ല ക്ലീനായി. ഇച്ചിരി ക്ലീനാണ്. കളർ പോകുന്നതാണ് ഇതുണ്ടോ ചെളിയായിരുന്നു മൊത്തം. പക്ഷെ വെള്ളം മങ്ങിപ്പോഞ്ഞാൽ അല്ലേ? വെള്ളം മങ്ങിപ്പോഞ്ഞാൽ ഞാൻ അടുത്തുണ്ടോ? ഇവിടെ എടുത്തു. ഇവിടെ അടുത്തുണ്ടോ? ഇതുണ്ടോ? മതിയായ സെറ്റപ്പാണ്. ലൈറ്റോ? ലൈറ്റ് ഉണ്ട്. ബാറ്ററി ഒന്നും കാണില്ല. ഇത് തുറക്കല്ലേ? സൈഡ് തുറക്കില്ല. ഇത് അത് തുറക്കാം. അത് നേരെ വലിക്കും. താഴെ നിന്ന് താഴെ നിന്ന് ചേട്ടയ്ക്ക് വേണ്ടി കൊടുക്കണ്ട കേട്ടോ. ഇത് കൊടുക്കണല്ലോ. ഡൊണേഷൻ കൊടുക്കത്തില്ല. 20,000 രൂപ വരെ പറഞ്ഞു. അത് കൊടുക്കണ്ട. പൈസയുടെ അല്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ. അതെ അത് തന്നെയല്ല എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇന്തോനേഷ്യൻ വണ്ടി ഒന്നും അധികം ആൾക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു ബസ് കേരളത്തിൽ ഇറങ്ങില്ല. ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് എനിക്കൊരു ഗുണം എന്നാണെന്നറിയോ? എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി അവിടുന്ന്. അവരെല്ലാം ഒടുക്കത്തെ വണ്ടിപ്രാന്തന്മാരാ. വണ്ടിപ്രാന്ത് തലക്കി പിടിച്ചവന്മാരാ. അതിനകത്ത് മെയിൻ ഒരാളുണ്ട്, അർജുൻ ആൻഡ്രൂ. പുള്ളിയുടെ പ്രൊഫൈൽ നിർത്തണം. പുള്ളി ചെയ്തിരിക്കുന്ന വണ്ടിയല്ലേ. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വരുമാന മാർഗ്ഗം കേട്ടോ. കുറേ പേര് വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ. അല്ലേ? പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വരുമാന മാർഗ്ഗമാണ് ഈ ഇന്തോനേഷ്യയിലുള്ള ആൾ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അവന്മാർ ഇങ്ങനെ സെയിൽ അവരെന്ന് പറഞ്ഞാൽ അവർ മൊത്തം അത് തടിയേലും ഈ മൊത്തം ഫോം ഷീറ്റ് ഇതുപോലത്തെ സംഭവം തന്നെയാണ്. അല്ല അക്രിലിക് ഷീറ്റില്ലേ അതെന്ന് പറഞ്ഞാൽ അവർ ഫ്രണ്ടും ബാക്കും അവർ തന്നെ മോൾഡ് ഉണ്ടാക്കി.
നടക്കുന്നുണ്ടോ? ഇതെന്നാ നേരം? ഇതെന്നേരം എന്നാ? ആദ്യം തടിയേല് ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ മേളിൽ ഈ സാധനം. ആണോ? പാട്ട് കൂടെ നേരം? പാട്ട് വേറൊരു സ്പീക്കർ ഈ കളിപ്പാട്ടത്തെ കിട്ടുന്ന സ്പീക്കറില്ലേ, അത് ഇതിന്റെ പുറകില് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിലായിട്ട് സബിന്റെ അവിടെ ആയിട്ട് വലിയൊരു പെട്ടി പോലെ ആ സാധനത്തേല് ഇത് പിടിപ്പിച്ചേക്കുക. ജീപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കി? ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞല്ലോ രാവിലെ. ശരിക്കും പറഞ്ഞാലേ എല്ലാം മൊത്തം പോയി. ഞാൻ ഉപേക്ഷിച്ച പോലെ ഇപ്പോൾ ഈ സാധനം കിടക്കണം വേണ്ടി അല്ല, എല്ലാം മൊത്തം പോയി. ഇനിയിപ്പം നമ്മളിപ്പം വലിയ കാര്യമായിട്ടൊന്നും നോക്കുന്നുണ്ട്. അതല്ല അത് കൂടുതലാണ്. ചേട്ടാ ഇതിൻ്റെ പാട്ട് ഇത് വേണ്ടി പിന്നെ ലൈറ്റൊക്കെ ഉണ്ടല്ലേ? ലൈറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ അകത്തും ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ലൈറ്റ്. അത് പിന്നെ ഇപ്പം ചാർജ് ഇതൊന്നുമില്ല, ചെറിയൊന്നുമില്ല. ഇത് സ്വിച്ചും കാര്യങ്ങളല്ല. ഈ ബാറ്ററി വെച്ചല്ലേ? ഹൈപ്പവറല്ല, സാധാ ബാറ്ററി വെച്ച്. ഇതാ മൂരി എടുക്കാൻ പറ്റും. മൂരി എടുക്കാം. ഇതോ ഇത് ഞാൻ ഇവിടെ നമ്മുടെ പഴയ വണ്ടിയുടെ നമുക്ക് ഇതൊക്കെ ചുമ്മാ ഇവിടെ കിടക്കുന്ന സാധനമാണ്. ഈ സാധനം കടയിൽ കിട്ടും. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇതാണെങ്കിൽ നമുക്കൊരു ഇതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ലൂസ് ആകും. അങ്ങനെ കത്തുകയല്ല, ചാർജ് ഇല്ല. ഇതിപ്പോൾ എടുക്കാതിരിക്കുന്നതുകൊണ്ട് ചാർജ് നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇതുണ്ട്, ഇതിനകത്തും ഒരു ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ അകത്തുനിന്നല്ല. ഇത് കത്തുന്ന. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അവിടെ ഇതിനകത്തുകൊണ്ടിരണം. ഇതിനകത്തുണ്ട്. പിന്നെ ആ ഡോറിൻ്റെ ഇതുണ്ട് ഇവിടെ, ഈ ഗ്ലാസിൻ്റെ മേളിലൊരെണ്ണമുണ്ട്. അതിട്ട് കഴിയുമ്പോഴത്തേനും നല്ല പ്രശ്നം കേട്ടോ. അത് തന്നെ നല്ല വെളിച്ചമാകത്തില്ല. സീറ്റ് ഒരു രക്ഷ ഇല്ലുണ്ടോ? ഇതിന് സീറ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാലേ ഞാനിത് ചെയ്ത സമയത്ത് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കൂടുതൽ കിട്ടാനില്ലായിരുന്നു. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. അന്ന് ഇത് ചെയ്യാൻ സാധനം ഇല്ലാണ്ട് ഞാൻ എൻ്റെ സീറ്റ് ചെയ്തിരിക്കുന്നത് തെർമോക്കോൾ ചെയ്തേക്കുന്നത്. ഇതല്ലേ? സീറ്റ് തെർമോക്കോളാണ്. സീറ്റ് ഉണ്ട്. അതോടെ നിങ്ങൾ നോക്കടാ, ഇതുണ്ടോ സീറ്റ് മാരക. ഇതിൻ്റെ അതുപോലെ ഇൻറ്റീരിയർ ഇട്ടാനായിട്ട് ശകലം ബുദ്ധിമുട്ടായിരുന്നു. ഈ ഡാഷ്ബോർഡൊക്കെ ഞാൻ ഇൻസ്റ്റായിൽ കയറി അവരുടെ ഗ്രൂപ്പിൽ കയറി അങ്ങനെ ഇവരുടെ ഫോട്ടോ എടുത്ത് ശരിക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഭയങ്കര മാർഗ. ഇതുണ്ട്, വെയിറ്റ് ഇപ്പം തന്നെ ഉണ്ട്. വണ്ടിയുടെ കാണുന്നു. ഇതുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ അടിവശം ഇത് വലുപ്പം കണ്ടോ? ഈ നീളം ഉണ്ട്. ഇത്ര നീളം വണ്ടിക്കുണ്ട്. ഇതുണ്ട്. ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ഇപ്പോൾ ഈ മോഡൽ ഉണ്ടാക്കി ഒത്തിരി പേര് ഉണ്ടാക്കിയിട്ടില്ല ഈ സാധനം. ഇല്ല, ആരും കുറച്ച് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഈ മറ്റേ ഇന്തോനേഷ്യൻ്റെ ഗെയിം ഉണ്ടല്ലോ, നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഗെയിമുണ്ട്, അതിനകത്ത് നമ്മൾ ഈ സാധനം കൂടുതൽ കാണുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ചെയ്യുക. ഇതിൻ്റെ ഗ്ലാസ് എല്ലാം പോളികാർബണേറ്റ് അല്ലേ? പോളികാർബണേറ്റ് 1mm പോളികാർബണേറ്റ് ഷീറ്റ്. ടയർ ഇതെന്നാ ഉണ്ടാക്കിയത്? ഫോറക്സ് ആണോ? അവനുണ്ട്, ഇവൻ്റെ ഹെൽപ്പറാണ് കേട്ടോ. ഇവനെ സഹായം അവനറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അവനും ചെയ്യും, അവനും അത്യാവശ്യം ചെയ്യുന്ന അവർക്ക്. ഇവൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ഉണ്ടാക്കിയായിരുന്നു, അതല്ല പൂച്ച് പറഞ്ഞു. വണ്ടി ആദ്യത്തെ മൾട്ടിവുഡ് വണ്ടി മൊത്തം പോയി അല്ലേ? ആദ്യത്തെ മൾട്ടിവുഡിൽ ആദ്യം ഉണ്ടാക്കി 2014 ഉണ്ടാക്കിയ വണ്ടിയാണ്. മൾട്ടിവുഡ്, ഫുള്ള് മൾട്ടിവുഡ്. സൈഡ് മാത്രം നമ്മുടെ എന്തുവാ കാർഡ്ബോർഡ്. സൈഡ് മാത്രം. ബാക്കി പിന്നെ ഇത് തെർമോക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും തെർമോക്കോളാണ്. ഇതിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് മൾട്ടിവുഡ് അല്ല. ഇത് സ്ട്രോങ് ആണെന്ന് വെച്ചാൽ കണ്ടോ, ഭയങ്കര സ്ട്രോങ്ങാണ് ബോഡി. കയറി ഇരുന്നാൽ പോലും ഒന്നും സംഭവിക്കാൻ പറ്റുമൊന്നുമില്ല. വീലൊടിഞ്ഞ് പോയെങ്കിലേ ഉള്ളൂ. അതാണ്. പിന്നെ വണ്ടി മൊത്തം കളറെല്ലാം പോയി. കാരണം ഇത് ഇരുന്ന് പോയതാണ് കേട്ടോ, എടുക്കാതിരിക്കുകയായിരുന്നു ഈ സാധനം. പിന്നെ ലൈറ്റും എല്ലാ ലൈറ്റും കാര്യങ്ങളും എല്ലാം അടിവശം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. കാരണം ഇതൊക്കെ തുറക്കാതെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്തു. ഇപ്പോൾ ഒന്നുമില്ല, ഇതെല്ലാം വലിച്ചു പോകേണ്ടത്. ഇത് മൊത്തം പോയി. കണക്ഷൻ കൊടുക്കുവാണെങ്കിൽ തെളിയും, പക്ഷേ ഇതിന് വേറൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല. ഇത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്നെ കേട്ടോ അന്ന്. ഈ പ്ലേറ്റ് സെറ്റ്, അതല്ലേ ടയറിൻ്റെ ഈ സംഭവം, ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കി തന്നത്. ഇത് ഫുള്ളോ? ഇത് ഫുള്ള് സെറ്റ് കിറ്റ് മൊത്തം, ടയർ ഉൾപ്പെടെ. അന്ന് വേറിംഗ് ഒന്നും ഇല്ലായിരുന്നു. വേറിംഗ് ഒന്നും കിട്ടാൻ ഇതുണ്ടായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇതല്ല അച്ഛൻ ഉണ്ടാക്കിയാണോ? ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതോ? അച്ഛൻ ഇതൊക്കെ അറിയോ? അച്ഛൻ പാച്ച് വർക്ക്. അച്ഛൻ വണ്ടിയുടെ തന്നെ പരിപാടിയാണ്. അത് അച്ഛൻ അലുമിനിയത്തെ കട അതേ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ വണ്ടി നല്ല നമ്മുടെ പ്രധാനപ്പെട്ട വണ്ടി. അതായത് നമ്മളെ എൻ്റെ പേര് കുറച്ചെങ്കിലും പേര് എനിക്ക് കിട്ടിയ ഈ വണ്ടിയാണ്. ഇതിനു മുമ്പ് ഒരു വീന ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതിന്
അതെനിക്ക് തോന്നുന്നു ഇതിലും ചെറുതാകും. അപ്പോൾ 11 സെൻറ്റിമീറ്റർ വ്യൂ, 12 സെൻറ്റിമീറ്റർ വ്യൂ, ചെറിയ മീൻ. ചെറിയ മീൻ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വരയിട്ടല്ലേ? ഇത് പറഞ്ഞ കാർഡ്ബോർഡാണ്. അകത്ത് തന്നെ മൾട്ടിവുഡാണ് ഫുൾ കൊടുക്കുന്നത്. ആടി കാണിച്ചു ഇങ്ങനെ വണ്ടി ഉണ്ടാക്കിയാൽ നല്ല കട്ടിയാണ്. ഇതുപോലെ ഈ മൾട്ടിവുഡ് സംഭവം കൊടുത്തേക്കാം കംപ്ലീറ്റ്. ഒറിജിനൽ ബസ് ചെയ്തേക്കുന്നല്ലേ? ഒറിജിനൽ ബസ്സിന്റെ പോലെ ഇതിന്റെ മേളുവശം അതെ ഒറിജിനൽ ബസ്. നമ്മളൊരു ഇതിന്റെ ഫോട്ടോ രാഹുൽ കണ്ടില്ലായിരുന്നു? എനിക്കറിയാം ചെയ്ത ഫോട്ടോ. ഒറിജിനൽ ബസ് ചെയ്യുന്ന പോലെ തന്നെ ആരും അതില്ല. ഡോറൊക്കെ അല്ല നമ്മൾ ഒരിടയ്ക്ക് ചെയ്യുന്ന വണ്ടിയാണ് ഞാൻ രാഹുൽ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഇത് റൂഫിംഗ് ഷീറ്റ്. റൂഫിംഗ് ഷീറ്റ് സാധനം. പ്ലേറ്റ് സെറ്റ് ഉണ്ട്. പ്ലേറ്റ് സെറ്റ് നല്ല വർക്കിങ്. ഫ്രണ്ട് ആക്സിൽ കേട്ടോ. ഫ്രണ്ട് ആക്സിൽ ഇത് മറ്റേത് റൂഫിംഗ് ഷീറ്റ്. ഇത് റീഫിൽ ഇട്ടേക്ക അതിനകത്ത്. ഇത് മൾട്ടിവുഡാ സാധനം. അതല്ല ഈ സാധനം നിൽക്കുന്നത്. ഇത് ഒട്ടി ചോദിക്കല്ലേ? ഒട്ടിയിൽ ആണിയുണ്ട് അതിനകത്ത്. ഇത് ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കി. കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് പശ ഒഴിച്ചേക്കുക അതല്ല, അല്ലെങ്കിൽ ലൂസ് ആയിരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മള് ഫ്ലെക്സ് ക്യൂക്കില്ലേ അത് നല്ലപോലെ ഒഴിച്ച് നല്ലപോലെ സെറ്റ്. എന്നിട്ട് ഫോറസ്റ്റ് കമ്പി ഇങ്ങനെ അല്ലേ? അങ്ങനെ ആ ഫോറസ്റ്റ് അതിനകത്തുനിന്ന് പുറത്തേക്കുക. ഇത് 2mm ഷീറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര പാടായിരുന്നു ചെയ്യാനായിട്ട്. നല്ല വില. നല്ല വില. അത് ഇനിയുള്ളത് നമ്മുടെ ഗരുഡയുടെ KSRTCയുടെ ഗരുഡ. KSRTC കുറച്ച് നമ്മൾ ടൈം എടുത്ത് ചില മെനക്കെട്ടിരുന്ന ഇതാണ്. നമ്മുടെ ഒരു കഷ്ടപ്പാട് ശരിക്കും ഇതിൽ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. കാരണം മറ്റു വണ്ടികളെ ചെയ്യുന്ന പോലെ അത്ര ഓടിച്ചിട്ട് അതില്ല. ഇതിന് കുറേ സംഗതികളുണ്ട്. എന്നാൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിന്. എല്ലാ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ സസ്പെൻഷന് അത് നമ്മളൊരു ഇച്ചിരി നമ്മൾ ഒറിജിനൽ വണ്ടിയുടെ ഇത് ചെയ്താൽ അതുപോലെ തന്നെ നോക്കിയോ. 4 സ്പ്രിങ്ങല്ലേ ഈ വണ്ടി നിൽക്കുന്ന മൊത്തം. ഇതൊരു സ്പ്രിങ്, ഇതൊരു സ്പ്രിങ്, 4 സ്പ്രിങ്. 4 സ്പ്രിങ്. വേറെ പിടുത്തമൊന്നുമില്ല. പിന്നെ നിൽക്കുന്നത് ഈ സാധനത്തല്ല. ഫ്രണ്ടിലത്തെ ഈ പൈപ്പേല ബാക്കിലും ഫ്രണ്ടിലും ഓരോ പൈപ്പുണ്ട്. അതേലാണ് വണ്ടിയുടെ പിടുത്തം നിൽക്കുന്നത്. ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടോട്ടും ബാക്കിലോട്ടും പോകാതിരിക്കാൻ. ബാക്കി ആ 4 സ്പ്രിങ്ങേലാണ് വരും. ഇത് സ്വിച്ച് എല്ലാം ലൈറ്റിൻ്റെ വർക്കാവുന്നതാണ്. ലൈറ്റ് കത്തിയിട്ടുണ്ടാവില്ല. ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കത്തിയില്ല അല്ലേ? കത്തിയില്ല. ഇപ്പോൾ അകത്ത് ലൈറ്റ് ഇതായോണ്ട് പകലായോണ്ട് ശരി. പുറയിലുണ്ടല്ലേ? പുറയിലുണ്ട്. പുറയിലെ അത് സ്റ്റിക്കർ ഒട്ടിച്ചേക്കാൻ ലൈറ്റ് കൊടുത്തിട്ട്. അകത്ത് 2 ലൈറ്റ്. ഓക്കെ. വണ്ടിയിലായില്ലേ? പിന്നെ വണ്ടിയെല്ലാം ആയിട്ടുണ്ട്. എത്ര വണ്ടിയിലെ ഡോറിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഇത് റീഫില്ലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടൊരു ചെറിയ ബലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ അലുമിനിയം കമ്പിയെ ചെയ്യാൻ വേണ്ടിയിരുന്ന. അലുമിനിയം അല്ല, GI ആണ്. നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷെ അന്ന് ഈ സാധനം നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉണ്ടാക്കിയുണ്ട്. അന്ന് ഇതിന് പറ്റിയ ഇതിന് അവസാനമായപ്പോഴത്തേനും മെറ്റീരിയലും അതുപോലെ ഇവിടുത്തെ ഡോറ് സ്ലൈഡിങ് ഇതിലേക്ക് വന്നു. അതുപോലെ ഇതകത്തെ സീറ്റകത്തേക്ക് കയറാനുള്ള. പിന്നെ ഇത് മേലത്തേത് എല്ലാം ഓപ്പണാകും. നല്ല സൂപ്പർ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഫിനിഷിങ് അത് ഗ്ലാസ്സൊക്കെ ആണെങ്കിലും നല്ല പോളികാർബണേറ്റ് ഷീറ്റ് 2mm ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. സീറ്റ് വേണം. സീറ്റ് സ്റ്റിക്കറൊക്കെ പുറത്ത് കൊണ്ടായി കേട്ടോ. സ്റ്റിക്കർ വർക്ക്. ഇത് ഒറിജിനൽ വണ്ടി കട്ട് ചെയ്തെടുത്തായിരിക്കും അല്ലേ? അല്ലല്ല, ഇത് നമ്മൾ പൊൻകുന്നത്തൊരു ഷോപ്പുണ്ട്. നമ്മുടെ ജീവൻ NS പരിചയപ്പെടുത്തിയൊരു കടയാണ്. അവിടെ പോയി അവിടുന്ന് അവരെ കൊണ്ട് അവർ തന്നെ ചെയ്തു തന്ന സാധനം. അതാണ് സംഭവം. കാണാൻ പറ്റും. എൻ്റെ വീട്ടിൽ ലോറി കാണാൻ ഫോട്ടോ എല്ലാവരും കൂടെ വന്നേക്കാം. എല്ലാവരും പോയി. ഇതിനുണ്ടാവും. നീയും പോയി. പോകണം. എല്ലാവരും